മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ ഭൂമിയുടെ അവകാശത്തെ സംബന്ധിച്ചുള്ള തർക്കം, അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരഭിപ്രായവുമായിട്ട് വന്നത് കോഴിക്കോട് മെത്രാനും ലത്തീൻ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനുമായ ചക്കാലക്കൽ പിതാവാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു മതപരമായ പ്രശ്നമല്ല, രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, ഇത് അടിസ്ഥാനപരമായിട്ടൊരു മാനുഷിക പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന മതസൗഹൃദം തകർക്കാനായിട്ടും വർഗീയത വളർത്താനായിട്ടും ഇതൊരു കാരണവശാലും ആരും ഉപയോഗിക്കരുത്. അതുവരെ മുനമ്പം പ്രശ്നത്തിൽ വന്ന പ്രതികരണങ്ങളിൽ നിന്നും ഏറ്റവും ക്രിസ്തുവിൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതികരണമായിരുന്നു അത്. നവംബർ 18 വരാപ്പുഴ അരമനയിൽ ലത്തീൻ മെത്രാന്മാരും മുസ്ലിം സമൂഹത്തിൻ്റെ പ്രതിനിധികളുമായിട്ട് നടന്ന സംഭാഷണത്തിന്, ഡയലോഗിന് ശേഷമാണ് പിതാവ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിവിധ മതസ്ഥരും വ്യത്യസ്ത സമുദായക്കാരും ഒരുമിച്ച് താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ, എന്തിന് പല മനുഷ്യർ താമസിക്കുന്ന കുടുംബങ്ങളിൽ പോലും ഭിന്നതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, അതിനെ കലഹമായിട്ട് വളർത്തിയെടുത്ത് വലുതാക്കാം, അല്ലെങ്കിൽ സംഭാഷണത്തിലൂടെ പരസ്പരം മനസ്സിലാക്കാനും സൗഹൃദം വർദ്ധിപ്പിക്കാനുമുള്ള അവസരമായിട്ട് അതിനെ ഉപയോഗിക്കാം. നവംബർ 30 റോമിൽ വത്തിക്കാനിൽ വച്ച് വലിയ ഒരു വാർഷികം, 100ാം വാർഷികം നടക്കുകയാണ്. ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ 100 വർഷങ്ങൾക്ക് പിറകിൽ 924 ഇന്ത്യയുടെ തന്നെ ഗുരുവായ ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ വാർഷികം. അത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തുകൊണ്ടും യോഗ്യനായ ഫ്രാൻസിസ് പാപ്പായാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈശോയുടെ ജീവിതത്തിലും സമാനമായൊരു സംഭവം നടക്കുന്നുണ്ട്. ഈശോ സമറിയയിലെ ഒരു ഗ്രാമത്തിൽ കൂടി കടന്നു പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ആ ഗ്രാമക്കാർ, സമറിയാക്കാർ അവനെ തിരസ്കരിച്ചു, അവനെ കയറ്റിയില്ല. ഇതിനോടുള്ള പ്രതികരണം യാക്കോബും യോഹന്നാനുവാ. അവരുടനെ ഈശോയോട് പറഞ്ഞു, ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഈശോ അവരെ ശാസിച്ചു. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ശാസിച്ചുകൊണ്ട് അത് തെറ്റാണെന്ന് പറയുക മാത്രമല്ല, തൊട്ടടുത്ത അധ്യായത്തിൽ ആരാണ് അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ഈശോ കഥ പറഞ്ഞു പോകുമ്പോൾ യഹൂദനായ പുരോഹിതനും യഹൂദനായ ലേവായനും മുറിവേറ്റ് കിടന്നവനെ കണ്ടിട്ട് എതിർവശത്തൂടെ കടന്നുപോയപ്പോൾ അവനെ കണ്ട് മനസ്സലിഞ്ഞ് കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുകയും അവനെ സ്വന്തം കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുചെന്നാക്കുകയും കയ്യിലുണ്ടായിരുന്ന കാശ് കൊടുത്തിട്ട് ഇനിയും ഇവൻ്റെ കാര്യം അന്വേഷിക്കാൻ ഞാൻ തിരികെ വരുമെന്നും പറഞ്ഞു പോകുന്നവൻ സമറിയാക്കാരനാണ്. അങ്ങനെ ഒരു ഉത്തമ കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് തന്നെ സ്വീകരിക്കാതിരുന്ന സമറിയാക്കാരോടുള്ള ഈശോയുടെ പ്രതികരണം ശ്രദ്ധിക്കണം. എന്താണ് അർത്ഥം? അഭിപ്രായ ഭിന്നതകളുണ്ടാകുമ്പോൾ, തിരസ്കരണമുണ്ടാകുമ്പോൾ പ്രതികരിക്കേണ്ട ക്രിസ്തുവിൻ്റെ രീതിയാണിത്. മറക്കണ്ട, ശ്രീനാരായണ ഗുരു അന്ന് വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം ഇതായിരുന്നു: വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഒരുമിച്ച് കൂടുന്നത്, ഇടകലർന്ന് താമസിക്കുന്നത്. അവിടെയാണ് സൗഹൃദം, സ്നേഹം വളരുന്നത്.